ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ്. മുട്ടയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് മാംഗോ കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവൈലബിളും ആയിരിക്കും. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു വലിയ സൈസിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. വലിയ സൈസുള്ള മാങ്ങ എടുക്കണം, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ഈ മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മാംഗോൻ്റെ പൾപ്പ് പോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡറിലോട്ട് ഇതെല്ലാം മാറ്റുന്നുണ്ട്. മാറ്റിയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ആ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങയെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇനി ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. സാധാരണ പഞ്ചസാര എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പൊടിച്ച പഞ്ചസാരയാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. നമ്മുടെ കേക്കിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു 1-2 പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊടിച്ച പഞ്ചസാര. പിന്നെ അതിലോട്ടൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്കൊരു 1/4 കപ്പ് ബട്ടർ ഉപയോഗിച്ചാലും മതി. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ 200 ml മെഷറിംഗ് കപ്പാണ് 1 കപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ മറ്റുള്ള കപ്പുകളൊക്കെ എടുത്താൽ മതി. അതിനനുസരിച്ച് അളവുകൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കണം. പിന്നെ ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല. പാലാണ് നമ്മൾ മുട്ടയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തമായിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പിന്നെ ഒരുപാട് ലംസൊക്കെ ഉണ്ടാവും, നമുക്ക് മിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളൊരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇലക്ട്രിക് ബ്ലെൻഡർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോൻ്റെ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണ് മാംഗോ സിറപ്പാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയിൽ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേ എടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ എല്ലാം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു പ്രഷർ കുക്കർ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഓവനിലോ അല്ലെങ്കിൽ പാനിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു 35 മിനിറ്റോളം ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കേക്ക്. അപ്പോൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സ്റ്റിക്ക് കൊണ്ട് എന്തുണ്ടെങ്കിലും ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1/4 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ അതിന് ശേഷം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോൻ്റെ സിറപ്പും കൂടെ ഇതിന് മുകളിലൊന്ന് ടോപ്പിംഗ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാംഗോ സിറപ്പ് എല്ലാം നമുക്ക് നല്ലതുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേഷൻസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് സിറപ്പ് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കുറച്ചൊന്ന് സ്പ്രെഡായി നിൽക്കുന്നത്. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ വൃത്തിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് ഒരു മാംഗോയുടെ പീസും അതുപോലെ തന്നെ കുറച്ച് ചെറിയും കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.